ഹലോ കൂട്ടുകാരെ, കിൻഡർജോയ് മിഠായി കഴിച്ചതിന് മിഠായിയും ടോയും മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു കിടുക്കാച്ച് കീച്ചെയിനും കൂടി കിട്ടിയാലോ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിൻഡർജോയുടെ മോൾഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനതിൻ്റെ എക്സസൈസ് വരുന്ന ആ ഒരു വാല് പോലെ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ടും കൂടിയിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നന്നായിട്ട് ഒട്ടി പിടിക്കുന്ന ഏത് ഗമ്മായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അതിൻ്റെ ബേസ് കോട്ടായിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മേലെ ഓരോന്നൊക്കെ വരച്ച് വരുമ്പോൾ ആ ചിത്രങ്ങളും ലെറ്ററൊക്കെ തെളിഞ്ഞ് കാണും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ മേലെ വൈറ്റ് ബേസ് കോട്ട് നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം ഞാനത് ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നു. ആ ഭാഗം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ മറ്റേ സൈഡും അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങി വരാനുള്ള ഒരു ടൈം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബേസ് കോട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡ് അക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒരു സൈഡിൽ സ്പൈഡർമാനും അതിൻ്റെ മറ്റേ സൈഡിൽ സ്പൈഡർമാൻ്റെ വെനം വേർഷനുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒരു സൈഡിൽ റെഡ് പെയിൻറ്റ് നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേസ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ റെഡും വൈറ്റും കൂടി മിക്സ് ആയിട്ട് അതൊരു പിങ്ക് ഷെയ്ഡായിട്ട് മാറും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ഈ റെഡ് ഭാഗം ഒന്ന് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗം കുറച്ചൊന്ന് ഉണങ്ങി വന്നു. അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല, മാക്സിമം ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. ആ ഭാഗം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വെനം വേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ നമ്മൾ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡ് നന്നായിട്ട് ബ്ലാക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഉണങ്ങി കഴിഞ്ഞ് നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്പൈഡർമാനെ വരച്ചെടുക്കാം. അതിന് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ മേലെ ഓരോ വരകൾ യോജിപ്പിച്ചിട്ട് ഒരു 8 കാലി മോഡലാക്കി എടുക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അതുപോലുള്ള മോൾഡൊക്കെ കിട്ടുമ്പോൾ കൂട്ടുകാരെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കീ ചെയിനാണ്. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അവരുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആയിരിക്കും കേട്ടോ. എസ്പെഷ്യലി ബോയ്സിന് നല്ല ഇഷ്ടമാവും. അവരുടെയൊക്കെ ഒരു സൂപ്പർ ഹീറോ ആണല്ലോ ഈ സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒരു 8 കാലി മോഡലിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കണ്ണ് വരച്ചു കൊടുക്കാം. ഒരു സൈഡിൽ നമ്മൾ കണ്ണ് വരച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നുള്ളവർക്ക് ആദ്യം വേണമെങ്കിൽ ഒരു ബ്ലാക്ക് കളറ് സ്കെച്ച് വെച്ചിട്ടൊക്കെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം പെയിൻറ്റ് വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ വരകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നടുക്കിൽ കുറച്ച് സ്പേസ് കൊണ്ടുണ്ട്. അപ്പോൾ ഞാനൊരു ലൈനും കൂടി നടുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴത്തേക്കും ഇതേപോലെ തന്നെ ആ ലൈൻസൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ ആ ഒരു ഫേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ ആ സൈഡിലും 2-3 വരകൾ ഇങ്ങനെ സൈഡിലേക്കായിട്ട് താഴേക്കൊക്കെ ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ്റെ ഫേസ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ വെബ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. മാറാല കിട്ടിയ പോലെയുള്ള ആ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതേപോലെ നമ്മളൊന്ന് ചെറിയൊരു പോലെ ഇങ്ങനെ അടിക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അതിന് പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. കുറച്ചൊരു മുകളിലേക്ക് പോകുമ്പോൾ കുറച്ചൊരു വീതി കൂട്ടിയിട്ട് നമ്മളൊന്ന് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി സ്പൈഡർമാൻ്റെ ആ ഒരു മാസ്ക് പോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിൻ്റെ കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് പെയിൻറ്റ് അതിൻ്റെ ഉള്ളിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് കളറെല്ലാം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കേട്ടോ ഞാൻ ഈ വൈറ്റ് അപ്ലൈ ചെയ്തത്. അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സായിട്ട് അത് നാശമായി പോകും. അത് നമ്മൾ 2 സൈഡിൽ ഇങ്ങനെ കണ്ണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു ഫേസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ വെനം വേർഷൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആ സൈഡ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വെനം വേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കണ്ണ് വരച്ചു കൊടുക്കാൻ വൈറ്റ് കളർ വെച്ചിട്ടാണ് ഒരു കണ്ണിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വായ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് രണ്ടും ചെയ്ത് വന്നപ്പോൾ കൂടുതൽ ഇഷ്ടമായത് സ്പൈഡർമാൻ്റെ ആ ഒരു ഫേസാണ് കേട്ടോ. ഇതൊരു മോൺസ്റ്റർ ലുക്ക് ആയതുകൊണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് സ്പൈഡർമാനെയാണ് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പല്ലുകൾ ഇങ്ങനെ കൂർത്ത പല്ലുകൾ നമുക്കിങ്ങനെ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കാണുന്ന പോലെ അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല.
ഇനി നമുക്ക് അതിനൊരു ബ്ലഡ് എഫക്റ്റ് അതിൻ്റെ പല്ലിൻ്റെ അവിടേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് റെഡ് പെയിൻറ് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ചുറ്റും അതേപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ആ ബ്രഷ് വെച്ച് ഒന്നുകൊണ്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആ ഒരു ബ്ലഡ് നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ആദ്യം ഒന്ന് റെഡ് പെയിൻറ് മൊത്തത്തിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതിന് നാക്കൊന്നും വരയ്ക്കുന്നില്ല, ഇത് ഞാൻ ജസ്റ്റ് ഇതേപോലെ പല്ലും ഈ ഒരു കണ്ണും മാത്രമേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. നാക്ക് നിങ്ങൾക്ക് വരയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ആ പല്ലിൻ്റെ ഇടയിലും ചെറുതായിട്ടൊരു ബ്ലഡ് നിൽക്കുന്ന പോലെയൊക്കെ ഒന്ന് പെയിൻറ് വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. സ്പൈഡർമാനും അതിൻ്റെ സ്പൈഡർമാൻ വെനം വേർഷനും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു കീ ചെയിനായിട്ട് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സേഫ്റ്റി പിന്ന് അതിൻ്റെ ഏറ്റവും മുകളിൽ ആയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കീ ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി സ്പൈഡർമാൻ വേഴ്സസ് വെനം കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കിൻഡർ ജോയ് കഴിച്ചാൽ ഈ കീ ചെയിൻ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്